വെക്കേഷൻ ആയതുകൊണ്ട് ചെറിയ മടി, പക്ഷേ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഓരോരുത്തരുടെയും കാര്യങ്ങളിലേക്ക് പോയി. രാവിലെ വെള്ളമൊക്കെ കുടിച്ചു. ഡാഡിയുടെ ചെറിയ കൃഷി സ്ഥലത്തേക്ക് വെള്ളം ഒക്കെ ഒഴിക്കുന്നുണ്ട്. ഒരാള് ഇവിടെ തൂക്കുന്നുണ്ട്. വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. കാണുന്നു നിന്റെ മുഖം നോക്കട്ടെ, ഞാൻ കാണീരടി മുഖം. ചക്കര അത് നോക്കട്ടെ. മതി, നീ അത്രയും തൂത്താൽ മതി. എങ്ങനെ ഉണ്ടായിരുന്നു? ആര് കൊള്ളായിരുന്നു? നീ അതാരാ തൂത്തുവായിരുന്നു? എന്നെ കൊണ്ടൊക്കത്തില്ല. പിന്നെ ഡാഡിയുടെ ഒരു പയർ കൃഷി സംഭവം കൊള്ളാലോ. ഇതെന്തോരടി, 1 മീറ്ററിന്റെ വല്ലതും ആണോ? 1 മീറ്റർ പയർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ചെറുതായിട്ട് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ക്ലൗഡി വെതറാ. റെയിൻസ് ലിറ്റിൽ ബിറ്റ് pouring here and there. ഇത് ഞങ്ങളുടെ അടുത്തൊരു മാർത്തോമ പള്ളിയാണ്. സോ താഴേക്ക് ഒരു ചെറിയ വയലും കുറച്ച് ഓപ്പൺ സ്പേസും ഉണ്ട്. നല്ല ഫ്രഷ് എയർ രാവിലെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ വിചാരത്തിൽ ഞങ്ങൾ നടന്ന് പോവുക. ഇല്ല, കയ്യിൽ ഒരു കുട കരുതിയിട്ടുണ്ട്. നെല്ലും നെൽകൃഷിയും ഒന്നുമില്ല, പക്ഷെ നല്ല ഓപ്പൺ സ്പേസ് ഉണ്ടായതുകൊണ്ട്. പാഡി ഫീൽഡ് അല്ലേ ഇത് മൊത്തം? ഞാനത് ആലോചിച്ചു കാണിക്കാവേ എന്ന് പറഞ്ഞിട്ട് പാഡി ഫീൽഡ് മൊത്തം പോച്ച കയറി. അതാന്ന് ചോദിച്ചും ചിരിച്ചു. ഞാൻ ഇതിനകത്ത് നോക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഇപ്പം ഞാൻ തിരിച്ച് നോക്കിയപ്പോഴത്തേക്ക് പാഡിക്ക് നെൽകൃഷിയാണോ പോച്ചക്കൃഷിയാണെന്ന് അറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. പോട്ട് ഓപ്പൺ സ്പേസ് ഉണ്ടല്ലോ. കിളിയുടെ സൗണ്ടും ചെറുതായിട്ട് മഴ പെയ്യുന്നതും ഒരു പ്രത്യേക ഫീലിംഗാണ്. ഈ കുഞ്ഞു മീനിനെ കാണാൻ നല്ല ഭംഗിയാണ്. അവരും രാവിലെ ബിസിയാന്ന് തോന്നുന്നു. ഇതിനകത്ത് മീൻ കാണുമോ ചേച്ചി? ചെറിയ ഓടിനകത്ത് കാണുന്നില്ല. ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുടയൊക്കെ എടുത്തു. മണമുണ്ടോ നോക്കിയാൽ എൻ്റെ ലീവ്സിന്? കറുവപ്പെട്ടിട്ട് മണം. ഈ കാണുന്നൊരു ചെറിയ ലൈബ്രറിയാണ്. കാട്ടുചെടിക്കുമുണ്ട് അതിൻ്റെ ഭംഗി. മനുഷ്യനാദ്യം പിറന്ന വീട്
കൊടുങ്കാട്ടിൽ ചിറകു വീശി പറന്ന പൊന്മാനിരുന്ന കൂട് എന്നും പ്രഭാതമെന്നോടുകൂടി ജനിക്കും എന്നും ത്രിസന്ധ്യ ചിറകൊതുക്കും എന്നും പ്രഭാതമെന്നോടുകൂടി ജനിക്കും എന്നും ത്രിസന്ധ്യ ചിറകൊതുക്കും ഓ ഇതൊരു ജോലില്ല ഉണ്ട്. കണ്ടില്ലേ അയ്യോ മഴ ഭയങ്കരമായിട്ടും കൂടി. സോ വി തോട്ട് വി ജസ്റ്റ് റൺ ബാക്ക് ടു ഹോം. ഇറ്റ് ഈസ് നേച്ചേഴ്സ് ഓൺ വേ ഓഫ് ക്ലീനിങ് എവറിത്തിങ്. ഇടുങ്ങിയ വഴി കൂടെ മോർണിംഗ് വാക്ക്. ആർക്കൊന്നും തോന്നരുത്, നിങ്ങൾക്ക് തോന്നിക്കാൻ ഒരു അബദ്ധമാണ്. നല്ല പോലും മഴ പെയ്യാൻ തുടങ്ങി. ഈ കാണുന്നത് ആ RC പള്ളി. ചില സ്ഥലത്ത് ഒട്ടും മഴ പെയ്തിട്ടില്ലെന്ന് തോന്നും. ഇവിടെയൊക്കെ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ റോഡിൽ ഒട്ടും മഴ പെയ്തിട്ടേ ഇല്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് വീട്ടിൽ കയറിയേക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പുട്ട്, കടല, ഈ വക കാര്യങ്ങൾ സിമ്പിളാ, പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിത്യ ജോലി ചെയ്യുന്ന ഒരാളിനെയും കണ്ടല്ലോ. മഴയായിട്ട് വേഗം പോരുന്നു. ആ നല്ല മഴ. ഡാഡി ഇതെന്തോ ചെയ്യുവാ? അത് ശരി. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ചപ്പാത്തി വിത്ത് കറി. അതെല്ലാവരും ഇരുന്ന് കഴിച്ചു. ദി ചപ്പാത്തി ആൻഡ് ദ കറി ടേൺഡ് ഔട്ട് ടു ബി സൂപ്പർ യമ്മി. നല്ല രസമായിരുന്നു കഴിക്കാൻ. അതിന് പുറമെ ഞാനൊരു ബ്രെഡ് പിസ്സ ഉണ്ടാക്കി. ഓണസ്റ്റ്ലി അത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റി ആൻഡ് ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. ഇതൊക്കെ ആയി ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ അവസാനിപ്പിക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വ്ളോഗ്. പ്രേമ സംഗീതം പാടുന്നു. അവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഡോണ്ട് ഫൊർഗെറ്റ് to like, subscribe if you enjoyed. See you in the next one. Thank you. Bye bye.
ഇടുങ്ങിയ വഴി കൂടെ മോർണിംഗ് വാക്ക്. ദൈവമേ, ആർക്കൊന്നും തോന്നരുതേ. നിങ്ങൾക്ക് തോന്നിക്കാൻ ഒരു അബദ്ധമാണ് ഇത്. പള്ളി